ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ റോമ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റോമിൻ്റെ ചരിത്രവുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുള്ള മിൽവിയൻ ബ്രിഡ്ജാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിൽവിയൻ യുദ്ധം നടക്കുന്നത് ഈ പാലത്തിൽ വെച്ചാണ്. AD 312 ഒക്ടോബർ 28 നടന്ന ഈ മിൽവിയം യുദ്ധത്തിനോട് ബന്ധപ്പെട്ട് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ ഉണ്ടായ ക്രിസ്തീയ ദർശനവും തുടർന്നുണ്ടായ മനപരിവർത്തനവുമാണ് ക്രിസ്തുമതത്തിനെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കുവാനും അങ്ങനെ ക്രിസ്തുമതം റോമിൽ വളരുവാനും കാരണമാകുന്നത്. കോൺസ്റ്റൻറ്റൈൻ ലഭിച്ച ദർശനം ഇപ്രകാരമായിരുന്നു. സൂര്യദൈവ ഭക്തനായിരുന്ന കോൺസ്റ്റൻറ്റൈൻ യുദ്ധത്തിൻ്റെ തലേന്ന് തൻ്റെ പതിവാരാധനയ്ക്കായി സൂര്യനെ നോക്കി. അപ്പോൾ സൂര്യൻ്റെ അരികിലായി കുരിശിൻ്റെ രൂപത്തിൽ ഒരു അടയാളം അദ്ദേഹത്തിന് കാണപ്പെട്ടു. അതിൽ ഗ്രീക്ക് ഭാഷയിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഏൻ തൂത്തോ നീക്ക. ഈ അടയാളത്തിൽ നീ വിജയിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അടയാളത്തെപ്പറ്റി ചരിത്രകാരന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ പറയുന്നു ഈ അടയാളം ഗ്രീക്ക് ഭാഷയിലെ ക്രിസ്തു എന്ന പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങളായ കി, റോ എന്നീ അക്ഷരങ്ങൾ ചേർന്നുള്ളതായിരുന്നുവെന്ന്. മറ്റു ചിലർ പറയുന്നു അത് കുരിശിൻ്റെ അടയാളമായിരുന്നുവെന്ന്. എന്തുതന്നെയായിരുന്നാലും കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ദർശനമനുസരിച്ച് തൻ്റെ സൈനികരോട് തങ്ങളുടെ പരിചകളിലെല്ലാം ഈ ക്രിസ്തീയ അടയാളം രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒക്ടോബർ 28 നടന്ന യുദ്ധത്തിൽ അത്ഭുതകരമായി കോൺസ്റ്റൻറ്റൈൻ വിജയം വരിക്കുകയും ചെയ്തു. മിൽവിയൻ യുദ്ധത്തിൻ്റെ വിജയത്തിന് തന്നെ സഹായിച്ചത് യേശുക്രിസ്തുവാണെന്ന് കോൺസ്റ്റൻറ്റൈൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അന്നുവരെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ക്രിസ്തുമതം റോമിന് പ്രിയപ്പെട്ട മതമായി മാറുന്നു. Di forse un po' diverso e ancora di cambiare. Se l'amore, amore, se l'amore, amore